ഹായ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓൾ ടെൻസസ്, അതായത് 12 ടെൻസസ് വളരെ ലളിതമായിട്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് സഹിതം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ടെൻസസ് 12 അത് വളരെ സ്പീഡിൽ 12 ടെൻസസ് ഞാൻ 25 മിനിറ്റ് കൊണ്ട് എടുത്ത് തീർത്താണ്. ഇത് സമയമെടുത്ത് ഓരോ ടെൻസും വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും PSC എക്സാമിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും CBSE സ്കൂളിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും എല്ലാ സ്കൂളിൽ കുട്ടികൾക്കാണെങ്കിലും ടെൻസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ലളിതമായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം. കാലം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, പ്രവൃത്തി നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? കാലം. ഇംഗ്ലീഷിൽ ടോട്ടൽ 12 ടെൻസസ് ഉണ്ട്. മെയിനായിട്ട് 3 ടെൻസസ്, അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈച്ച് ടെൻസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 4. ഓരോ ടെൻസിനെയും വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 12 ടെൻസസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഈ 12 ടെൻസസും സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മുടെ എക്സാംസിനാണെങ്കിലും എല്ലാത്തിനകത്തും അതറിയണം. ടെൻസ് തറവാണെങ്കിൽ ഒരു കുട്ടി അതിൻ്റെ 50% ഇംഗ്ലീഷ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. ധൈര്യമായിട്ട് സംസാരിക്കാൻ ടെൻസ് നന്നായിട്ട് അറിയാമെങ്കിൽ. അപ്പോൾ ഓരോ ടെൻസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ 4 ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചറിലാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതങ്ങ് ഓർത്ത് വയ്ക്കുക. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് മൂന്നിൻ്റെയും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ടോട്ടൽ 12 ടെൻസസ്. ഇത് മാത്സിൻ്റെ ടേബിൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ടെൻസസ് ഏതൊറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഈ 12 എണ്ണം വെള്ളം പോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അപ്പോൾ തന്നെ ഒരു 90% ആ ഭയം, നിങ്ങളുടെ സംസാരിക്കാനുള്ള ഭയം, തെറ്റുമോ എന്നുള്ള ഭയം, അക്കോർഡിംഗ് ടു ദ ടൈം ഏത് സമയത്ത് എന്ത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കെടുക്കാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പേര് വളരെ സിമ്പിളാണെങ്കിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പേരെങ്കിലും ഈ 12 ടെൻസസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസാണ് ഏത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഈ 12 ടെൻസസിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും മനസ്സിലാക്കി എടുക്കേണ്ടതുമായിട്ടുള്ള ടെൻസാണ് ഏത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നിത്യമായി നടക്കുന്ന കാര്യങ്ങൾ, എവരിഡേ റുട്ടീൻ ആക്ഷൻസ്, റെഗുലർ ആക്ഷൻസ്, ജനറൽ ട്രൂത്ത്, ഡെയിലി ഹാബിറ്റ്സ്, ഇതെല്ലാം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെൻസാണ് ഏത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, ഇനി അത് ഓരോന്ന് നമുക്കറിയാം. ഏത് സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങിയാലും അതിൻ്റെ ആദ്യം ഏത് വരും? സബ്ജക്റ്റ്. പ്രവൃത്തി ചെയ്യുന്ന ആള്, അതതിൻ്റെ ആദ്യം വരും സബ്ജക്റ്റ്. ഞാൻ, നീ, അവന്, അവര്, അങ്ങനെ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അയാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ ഇത് അവിടെ ആദ്യം വരും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലോ അത് ആദ്യം വരും. മെയിൻലി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡുവർ, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ V1 ഫോമാണ്. V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ഫോമിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ V1 എന്ന് പറയുന്നതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സിംഗുലറും പ്ലൂറലും. മലയാളിക്ക് അതില്ല. ഇപ്പോൾ ചെയ്യുന്നു, ഓടുന്നു, ഓടാറുണ്ട്, കുടിക്കാറുണ്ട്, തിന്നാറുണ്ട്. മലയാളത്തിനെല്ലാം നമുക്ക് ഞാൻ, അവൾ ഓടാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ തിന്നുന്നു, കുടിക്കുന്നു, അതെല്ലാം എന്ത് തന്നെയാണ്? അങ്ങനെ ആ ഒരേ ടേമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ഈ വെർബിന് മാറ്റം വരും. ഇപ്പോൾ V1 ഇംഗ്ലീഷിൽ 2 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? V1 സിംഗുലറും V1 പ്ലൂറലും. ഇപ്പോൾ നാമമാണെങ്കിൽ നമുക്കറിയാം മാംഗോ, മാംഗോസ്, ബുക്ക്, ബുക്സ്. ആ S ചേർത്ത് വരുന്ന എന്താണ്? പ്ലൂറൽ, ബഹുവചനമാണ്. ഒന്നിൽ കൂടുതലിനെ കാണിക്കാനാണ് അവിടെ നാമത്തിൻ്റെ കൂടെ നമ്മൾ S ചേർത്ത് പറയുന്നത്, S or ES ചേർത്ത് പറയുന്നത്. വേർബാണെങ്കിൽ നേരെ തിരിച്ചാണ്.
റൂട്ട് ഫോം, അതായത് ഒന്നും ചേർക്കാത്ത ക്രിയയുടെ ബേസ് ഫോമിനാണ് പറയുന്നത് എന്താണ്? ബേസ് ഫോം എപ്പോഴും പ്ലൂറലാണ്. ഗോ, സിങ്, റൈറ്റ്, സ്റ്റഡി ഇതെല്ലാം എന്ത് ഫോമാണ്? ബഹുവചന രൂപമാണ്, പ്ലൂറലാണ്. റൂട്ട് ഫോം എപ്പോഴും എന്താണ്? ധാതുരൂപം എപ്പോഴും ബഹുവചനമാണ്. ആ ബഹുവചന രൂപത്തോടു കൂടി റൂട്ട് ഫോമിനോടുകൂടി എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോഴാണ് എന്താകുന്നത്? ക്രിയ ഏകവചനം, സിംഗുലർ ആകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. സബ്ജക്റ്റ് വേർബ്, ഇന്ന സബ്ജക്റ്റ് ആകുമ്പോൾ വേർബ് ഇങ്ങനെ ആകണം, അങ്ങനെയുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അവിടെ മനസ്സിലാക്കുക, V1 ഹാസ് 2 ഫോംസ്, V1 സിംഗുലർ ആൻഡ് V1 പ്ലൂറൽ. ഇപ്പം സിംഗുലർ എന്ന് പറയുമ്പോൾ എസ് സൗണ്ട് അവിടെ വരും. ഗോസ്, റൈറ്റ്സ്, സ്റ്റഡീസ്, സിങ്സ്, എസ് ചേർത്ത് വരുന്നതാണ് എന്ത്? സിംഗുലർ. അപ്പോൾ അവിടെ ഓർക്കുക, സിംഗുലർ സബ്ജക്റ്റ്. ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ് അതെല്ലാം എന്താണ്? ഒരാളെ കാണിക്കുന്നതാണ്, സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ അപ്പോൾ എന്ത് ചേർത്തേ വരത്തുള്ളൂ? എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് V1 വരത്തുള്ളൂ, റൂട്ട് ഫോം വരുള്ളൂ. റൂട്ട് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇ എസ് ഒ ചേർത്ത് എന്ത് വരുള്ളൂ? വേർബ്. ഹീ പ്ലേസ്, ഷീ ഗോസ്, റാണി സിങ്സ്, അവിടെ എല്ലാം എന്തേ വരത്തുള്ളൂ? സിംഗുലർ. പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ, വി, യു, ദേ ഇതെല്ലാം ബഹുവചനമാണ്. ഐയും യുവും എപ്പോഴും എന്തായിട്ടേ കണക്കാക്കുള്ളൂ? പ്ലൂറൽ. ഒരിക്കലും ഐ സിങ്സ്, ഐ ഗോസ് ഒരാളെ ഉള്ളെന്നോർത്ത് അങ്ങനെ പറയില്ല. സബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ്, അതായത് ഇംഗ്ലീഷിൽ എഗ്രിമെൻ്റ് ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇഫ് ദ സബ്ജക്റ്റ് സിംഗുലർ verb should also be singular. If the subject plural, verb should also be plural. പറയുന്നയാള് ഏകവചനമാണെങ്കിൽ ക്രിയയും എന്തായിരിക്കണം? ഏകവചനം. പറയുന്നയാള് ബഹുവചനമാണെങ്കിൽ ക്രിയയും എന്തായിരിക്കണം? ബഹുവചനം. അപ്പം നമ്മൾ ഓർക്കും ഐ, ഞാൻ, നീ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലർ അല്ലേ? അല്ല. ഐ ആൻഡ് യു ആർ ഓൾവേസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ ഇൻ ഇംഗ്ലീഷ്. ഒരു ബഹുമാനമൊക്കെ കൊടുത്ത് അതിന് പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് രൂപമേ ഉപയോഗിക്കുള്ളൂ? റൂട്ട് ഫോം, അതായത് പ്ലൂറൽ ഫോമേ ഉപയോഗിക്കുള്ളൂ. യു, ദേ, ഐ, വി ഇതിൻ്റെ എല്ലാം കൂടെ എന്താ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ. ഐ ഗോ, യു ഗോ, ദേ സ്റ്റഡി, ദേ പ്ലേ അവിടെ എല്ലാം റൂട്ട് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓർക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. V1 ഹാസ് 2 ഫോംസ്, V1 singular and V1 plural. And how to get singular form? Add s or es to the root form of the verb, we get singular. ഇനി ഇത് എന്തിനാണ്? In English, there is an agreement between subject and verb. Concord അല്ലെങ്കിൽ agreement. That is, if the subject singular, verb should also be singular. If the subject plural, verb should also be plural. അതിനകത്തൊരു എക്സെപ്ഷൻ ആണ് I and you. Always considered as plural. With I and you, use only plural verb. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി വയ്ക്കണം സെൻറ്റൻസ് പറയാൻ. എവരിഡേ ആക്ഷൻ, എവരിഡേ ഐ ഗോ ടു സ്കൂൾ, ഐ ഡ്രിങ്ക് മിൽക്ക് എവരിഡേ. രാജു സിങ്സ് എവരിഡേ, എല്ലാ ദിവസവും പാടുന്നു. അല്ലെങ്കിൽ ഐ ഡു എക്സസൈസ്, നിത്യേന ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കാനും. യൂണിവേഴ്സൽ ട്രൂത്ത്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. റുട്ടീൻ ആക്ഷനെ കാണിക്കാനും യൂണിവേഴ്സൽ ട്രൂത്ത്. ക്രൈ ഈസ് ബ്ലാക്ക്, മിൽക്ക് ഈസ് വൈറ്റ്, അങ്ങനെ പ്രപഞ്ച സത്യങ്ങളെ കാണിക്കാനും ഏത് ടെൻസ് ഉപയോഗിക്കുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. വളരെയധികം ഇമ്പോർട്ടൻറ്റും 90% നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനും എല്ലായിടത്തും നമ്മൾ ഇപ്പം നിത്യേന നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഏത് ടെൻസ് ഉപയോഗിക്കുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ. ഈ ഓരോ ടെൻസസ് നിങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ നമുക്ക് പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാൻ കുടിക്കാറുണ്ട്, പാടാറുണ്ട്, കളിക്കാറുണ്ട് എന്നുള്ള തിരിച്ച് ഞാൻ പാടാറില്ല, ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല, അങ്ങനെ തിരിച്ച് നെഗറ്റീവ്സ് പറയേണ്ടി വരും. മലയാളത്തിലാണെങ്കിൽ ഇല്ല ചേർത്ത് പറഞ്ഞാൽ മതി. ഞാൻ പഠിക്കാറില്ല, ഞാൻ പോകാറില്ല, ഞാൻ പാടാറില്ല, അല്ലെങ്കിൽ അവൻ പാടാറില്ല, അവൻ കളിക്കാറില്ല. അവിടെ എല്ലാം എന്താണ്? ഇല്ല എന്ന് വരുന്നതാണ്. നിങ്ങൾക്കറിയാം നോട്ട് ചേർത്താണ് എന്ത് വരുന്നത്? നെഗറ്റീവ്സ് വരുന്നത്. അപ്പോൾ ഐ പ്ലേ ഫുട്ബോൾ, ഐ നോട്ട് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷീ സിങ്സ് സോങ് എന്ന് പറഞ്ഞേച്ച് ഷീ നോട്ട് സിങ് എന്ന് പറഞ്ഞാൽ പോരാ. അവിടെ ഒരു കാര്യം അറിയണം, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഓക്സിലറി വെർബ്സ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഡു ആൻഡ് ഡസ് ആണ്. നെഗറ്റീവ് പറയാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഡു, ഡസ്.
ഡൂവിൻ്റെ റൂട്ട് ഫോം എന്നുള്ള ഡൂവിൻ്റെ പ്ലൂറലാണ് ഡുവ്, സിംഗുലർ ആണ് എന്തെന്ന് ഡസ്. എസ് ചേർത്ത് വരുന്നത് സിംഗുലർ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പം ഐ വി യു ദേ, ഞാൻ അതിന് പിള്ളേരൊക്കെ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. ഐ യു ദേ വി ഡ്, അതായത് ഐ യു വി ദേ പ്ലസ് എന്ത് വരും ഡു. ഹി ഷീ ഇറ്റ് ചേർത്ത് എന്ത് വരും ഡസ്. വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ക്ലാസ്സിൽ IELTS പോലും വരുന്ന കുട്ടികളെ എപ്പോഴും തെറ്റിക്കുന്നതാണ് ഡൂവും ഡസും സിംഗുലർ പ്ലൂറൽ. എപ്പോഴും അവർക്ക് സബ്ജക്റ്റ് ഓർ അഗ്രിമെന്റ് തെറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഡു വിത്ത് പ്ലൂറൽ, ഡസ് വിത്ത് സിംഗുലർ. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഒക്കെ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കണം. ഓരോ ടെൻസ് പഠിക്കുമ്പോഴും അതിൻ്റെ നെഗറ്റീവ്സ് പറയാനും അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനും പഠിക്കണം. അപ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ ഡെയിലി, അവൾ എല്ലാ ദിവസവും എവരി ഡേ. ബ്രാക്കറ്റിൽ ഗോയിങ് ഗോസും തന്നിട്ട് നിങ്ങൾ ഏതെഴുതും? ഷീ ആയതുകൊണ്ട് രണ്ടും അർത്ഥം എന്താണ്? പോകുന്നു. ഗോയിങ് ഗോസും തമ്മിൽ മീനിങ് ഡിഫറൻറ്റ് ഒന്നുമില്ല. ഷീ ആയതുകൊണ്ട് അവിടെ എന്ത് വരും? ഗോസ്. ഷീ ഗോസ് ടു സ്കൂൾ ഡെയിലി. അവർ ഫുട്ബോൾ കളിക്കുന്നു. ദേ ബ്രാക്കറ്റിൽ പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, അപ്പോഴേ അറിയണം ദേ പ്ലൂറലാണ്, അവിടെ എന്തേ വരുള്ളൂ? പ്ലേ. ദേ പ്ലേ ഫുട്ബോൾ. ഓക്കെ. ഇനി നിന്റെ നെഗറ്റീവ് ആക്കാനാണെങ്കിൽ അവൾക്ക് ചായ ഇഷ്ടമല്ല, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവന് ഐസ്ക്രീം ഇഷ്ടമല്ല, എങ്ങനെ പറയും? ഹി നോട്ട് ലൈക്ക് ഐസ്ക്രീം എന്നല്ല പറയുന്നത്, പിന്നെ എന്താണ്? ഹി ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം, അല്ലെങ്കിൽ ഹി ഡസ് നോട്ട് ലൈക്ക് ടീ. അതായത് ഹി വരുമ്പോൾ എന്ത് വരും? ലൈക്സ്. ഇപ്പം ലൈക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡസ് പ്ലസ് ലൈക്ക് ആണ്. ഡസ് അതിനകത്ത് ഹിഡൻ ആണ് സിംഗുലറിനകത്ത്. അപ്പം ഹി ലൈക്സ് ടീ തിരിച്ചു പറയുമ്പം ഹി ഡസിൻറ്റ് ലൈക്ക് ടീ. അപ്പം ദേ പ്ലേ ഫുട്ബോൾ. പ്ലേ എന്ന് പറയുന്നതിനകത്ത് ഏതുണ്ട്? ഡു. ഇപ്പം എങ്ങനെ പറയും? ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ദേ ഡോണ്ട് പ്ലേ നെഗറ്റീവ് പറയുമ്പോൾ ഷോർട്ട് ഫോം ദേ ഡു നോട്ട് പ്ലേ എന്നുള്ളതിന് ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഓക്കെ. തിരിച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിലോ, അപ്പോൾ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. തിരിച്ച് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും? അതായത് ഓക്സിലറി വെർബ് ചേർത്ത് ചോദിക്കുന്ന യെസ് ഓർ നോ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ സംസാരിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും? ഡു ഷീ ആണോ? അല്ല. ഷീ സ്പീക്സ് ആയതുകൊണ്ട് തിരിച്ച് എങ്ങനെ ചോദിക്കണം? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. ഡസ് ഷീ സ്പീക്സ് എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. നമ്മൾ ഓർക്കും വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു 5% കുട്ടികൾക്ക് പോലും കറക്റ്റായിട്ട് ഇത് അറിയാമല്ലോ. ബാക്കിയുള്ളവരെല്ലാം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഡൂ ഡസും അല്ലെങ്കിൽ ഗോസ് അത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്കാണ്. ഹിമാലയൻ ബ്ലെൻഡറാണ് ഏത്? ഈ സിംഗുലർ പ്ലൂറൽ ഡിഫറൻസ് അവിടെ വരുമ്പോൾ. അപ്പം എങ്ങനെ ചോദിക്കും? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അപ്പോൾ അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഹി ഡു ഹിസ് ഹോംവർക്ക് അല്ല, പിന്നെ എന്താണ്? ഹി ഡസ്. ഈ ഡു ഡസ് എന്നുള്ളത് വെർബ് തന്നെയാണ്, മെയിൻ വെർബാണ്. ഡു ഡസ് എന്നുള്ള ഡു ചെയ്യുക എന്നുള്ള മെയിൻ വെർബായിട്ടും വരും. പ്രൈമറി ഓക്സിലറീസിനെ മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും യൂസ് ചെയ്യാം. അപ്പം ഡു ഡസ് ഡിഡ് ചെയ്യുന്നു, ചെയ്തു എന്ന് വരുന്നത് ഡു ഡസ്. V1-നകത്ത് പ്ലൂറൽ സിംഗുലർ, പാസ്റ്റ് ആകുമ്പോൾ ഡിഡ്. അപ്പോൾ അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് ഹോംവർക്ക്, അല്ലെങ്കിൽ അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഹി ഡസ് ഹിസ് ഹോംവർക്ക്. തിരിച്ച് ചോദിക്കുമ്പോഴോ, ചെയ്യാറുണ്ടോ എന്നാണെങ്കിലോ, ഡസ് ഹി ഡു ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഓക്കെ. ഇനി അവൻ ചെയ്യാറില്ലെന്നാ പറയുന്നെങ്കിലോ, ഹി ഡസിൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. അതേസമയത്ത് അവരാണെങ്കിലോ, അവർ ക്രിക്കറ്റ് കളിക്കാറില്ല. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. തിരിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ്, ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. തിരിച്ച് ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്, കളിക്കാറില്ലേ. അല്ലെങ്കിൽ പോസിറ്റീവിലാണെങ്കിലോ, ഡു ദേ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുമ്പം അതിൻ്റെ സ്ട്രക്ചറ്, അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ പറയും, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ പറയും. ഇപ്പം ഷീല പാട്ട് പാടുന്നു. ഷീല സിങ്സ് എ സോങ്. തിരിച്ച് ഷീല പാട്ട് പാടാറുണ്ടോ? ഡസ് ഷീല സിങ്
സോങ്. അപ്പം സിങ്സ് എന്ന് പറയുമ്പോൾ ഡസ് സിങ് ആണ്. ഡസ് ഷീല സിങ് എ സോങ്. തിരിച്ച് പാട്ട് പാടാറില്ല. ഷീല ഡസിൻ സിങ് എ സോങ്. തിരിച്ച് പാടാറില്ലേ? ഡസിൻ ഷീല സിങ് എ സോങ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസ് ആണ്. സബ്ജക്ട് പ്ലസ് V1 ഫോം. V1 ഹാസ് 2 ഫോംസ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. Then when we add s or es to the root form, we get singular form. Then subject verb agreement, singular singular, plural plural, exception I and you. I, you, we, they plus do, he, she, it and any other singular plus does. Okay. Next, simple past tense. നമുക്ക് സിമ്പിൾ എല്ലാം അടുപ്പിച്ചു. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് പഠിക്കാം. പെർഫെക്റ്റിൻ്റെ 3 പഠിക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കാം. തറവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പറയാം. പഠിക്കാൻ എളുപ്പം, അതായത് ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഇങ്ങനെ പറയുന്നതാണ്. അതായത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മളെവിടെ ഉപയോഗിക്കും? പാസ്റ്റ് ആക്ഷൻ, അതായത് കഴിഞ്ഞ സമയം, യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ സംഭവങ്ങളെല്ലാം പറയാനാണ്. ഇന്നലത്തെ കാര്യങ്ങൾ, അതായത് ഇതിന് മുമ്പുള്ള സമയത്ത്, ഇന്നത്തേന് മുമ്പുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ചും പറയാനാണ് ഏതുപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, എഗോ, അങ്ങനെ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ചേർത്ത് പറയാനായിട്ട് ഏത് ടെൻസ് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സബ്ജക്ട് പ്ലസ് നമ്മളവിടെ V1 പഠിച്ചു. ഇവിടെ ഏതാണ്? V2 ഫോം, പാസ്റ്റ് ഫോം. ഇവിടെ എളുപ്പമാണ്. V2ൽ സിംഗുലറോ പ്ലൂറലോ ഒന്നുമില്ല. ബി എന്നുള്ള വേർബിന് മാത്രമേ സിംഗുലറും പ്ലൂറലും ഉള്ളൂ. വാസ്, വെയർ, പാസ്റ്റിൽ വരുമ്പോൾ. ബാക്കി ഒരു വേർബിനും എന്തില്ല? പാസ്റ്റിൽ സിംഗുലർ ഇല്ല, പ്ലൂറൽ ഇല്ല. അപ്പം സബ്ജക്ട് പ്ലസ് V2 ഫോം. അപ്പം എന്തിൻ്റെയും എന്തറിഞ്ഞിരിക്കണം? പാസ്റ്റ് ഫോം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും എന്ത് പഠിക്കുവാണെങ്കിലും വൊക്കാബുലറി, അതായത് വേർബ്സ് പഠിച്ചു വെക്കണം. അതിൻ്റെ V1, V2, V3 പഠിച്ചു വെക്കണം. ഒരു ദിവസം ഒരു 5 വേർഡ്സ് മിനിമം വെച്ച് പഠിക്കാൻ നോക്കണം. ഇപ്പോൾ ഗോ, അതിൻ്റെ V2 എന്താണ്? വെൻറ്റ്. സീ, കാണുക, കണ്ടു, സോ. പ്ലേ, പ്ലേഡ്. മോസ്റ്റ് ഓഫ് ദ വേർബ് വെൻ വി ആഡ് ED വി ഗെറ്റ് പാസ്റ്റ്. അപ്പോൾ V2 ഫോം, സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ് ഏതിൻ്റെ സ്ട്രക്ചർ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. ഇനി നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിന് നെഗറ്റീവ് പറയാൻ ഡു, ഡസ് ഉപയോഗിച്ചു. സിമ്പിൾ പാസ്റ്റിൽ വേർബിനെ എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യും? ഡിഡ്. ഇപ്പോൾ വെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? ഡിഡ് ഗോയാണ് എന്ത്? വെൻറ്റ്. ഇപ്പോൾ പ്ലേഡ് ആണെങ്കിലോ ഡിഡ് പ്ലേ. സോയ് ആണെങ്കിലോ ഡിഡ് സീ. ഡിഡിൻ്റെ കൂടെ വീണ്ടും എന്ത് ഉപയോഗിക്കുകയില്ല? V2 ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഡിഡ് പ്ലസ് V1 ആണ് ഏത്? V2. ഇപ്പോൾ ഐ വെൻറ്റ് ഹോം, ഞാൻ വീട്ടിൽ പോയി. ഷീ ഫിനിഷ്ഡ് ദ വർക്ക്, അവൾ അവിടെ ജോലി ചെയ്ത് തീർത്തു. അതിൻ്റെ നെഗറ്റീവ് പറയുമ്പം ഐ ഡിഡിൻറ്റ് വെൻറ്റ് ഹോം എന്നല്ല, പിന്നെന്താ പറയുന്നത്? ഐ ഡിഡിൻറ്റ് ഗോ ഹോം. അതായത് വെൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് ഗോയാണ്. തിരിച്ച് നെഗറ്റീവ് പറയുമ്പം ഐ ഡിഡിൻറ്റ് ഗോ ഹോം. അവൻ ഫുട്ബോൾ കളിച്ചില്ല. ഹി ഡിഡിൻറ്റ് പ്ലേ ഫുട്ബോൾ. ഹി പ്ലേഡ് ഫുട്ബോൾ ആണെങ്കിൽ അവൻ ഫുട്ബോൾ കളിച്ചു. പ്ലേഡ് എന്ന് പറയുന്നതിനകത്ത് എന്താണ്? ഡിഡ് പ്ലേ ആണ്. ഹിഡൻ ആയിട്ട് ഡിഡ് ഉണ്ട് അവിടെ പാസ്റ്റ് ഫോമിൽ. അപ്പോൾ എന്താണ്? ഡിഡ് പ്ലേ ആണ് പ്ലേഡ്. അപ്പം നെഗറ്റീവ് പറയുമ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും ഇംഗ്ലീഷിൽ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ്. ഡിഡ് പ്ലസ് റൂട്ട് ഫോം ആണ്. ഡിഡ് പ്ലസ് V1, അതായത് റൂട്ട് ഫോം ആണ് ഏത്? പാസ്റ്റ്. അപ്പം ഞാൻ വീട്ടിൽ പോയില്ല. ഐ ഡിഡിൻറ്റ് ഗോ ഹോം. അവൾ എന്നെ വിളിച്ചില്ല. ഷി ഡിഡിൻറ്റ് കോൾ മീ. ഷി ഡിഡ് നോട്ട് കോൾ മീ. അവൾ എന്നെ വിളിച്ചില്ല. ഇനി നീ അവനെ കണ്ടോ? ഡിഡ് യു സീ ഹിം? ആൻസർ പറയുമ്പോഴോ യെസ് ഐ സോ ഹിം. ഇല്ലെങ്കിലോ ഐ ഡിഡിൻറ്റ് സീ ഹിം. അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഡിഡ് ഷീ കം യെസ്റ്റർഡേ. തിരിച്ചവൾ വന്നിരുന്നു എന്നാണെങ്കിലോ ഷീ കെയിം യെസ്റ്റർഡേ. അവൾ വന്നില്ല എന്നെങ്ങനാണെങ്കിലോ ഷീ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ.
മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ പാസ്റ്റിനകത്ത് ചോദ്യം ചോദിക്കാനും നെഗറ്റീവ് പറയാനും നമുക്കൊരു ഓക്സിലറി വെർബ് വേണം. അതായത് അതിൻ്റെ ടെൻസ് പറയുമ്പം അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. ബാക്കി 10 ടെൻസസിനകത്തും അവിടെ തന്നെ ഓക്സിലറി വെർബ് ഉണ്ട്. നെഗറ്റീവ് പറയണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും ഓക്സിലറി വെർബ് മസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഡിഡ്. വെന്റ്, ഡിഡ് ഗോ. കെയിം, ഡിഡ് കം. സ്റ്റഡീഡ്, ഡിഡ് സ്റ്റഡി. പ്ലേഡ്, ഡിഡ് പ്ലേ. റോട്ട്, ഡിഡ് റൈറ്റ്. സാങ്, ഡിഡ് സിങ്. അങ്ങനെ മനസ്സിൽ ഓർക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഡിഡ് പ്ലസ് വെർബാണ് പാസ്റ്റിൽ ചോദിക്കുന്നതെന്ന് ഓർക്കണം. അവൾ പാട്ട് പാടി. ഷീ സാങ് എ സോങ്. പാട്ട് പാടിയോ? ഡിഡ് ഷീ സിങ് എ സോങ്. ഒരിക്കലും ഡിഡ് ഷീ സാങ് പറയരുത്. അവൾ പാട്ട് പാടിയില്ല. ഷീ ഡിഡിൻ സിങ് എ സോങ്. അവൾ പാട്ട് പാടിയില്ലേ? ഡിഡിൻ ഷീ സിങ് എ സോങ്. പോസിറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ സെന്റൻസും എടുത്ത് പറഞ്ഞു നോക്കുക. അവർ ഇംഗ്ലീഷ് സംസാരിച്ചു. ദേ സ്പോക്ക് ഇംഗ്ലീഷ്. സംസാരിച്ചോ? ഡിഡ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. ദേ ഡിഡിൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ? ഡിഡിൻറ്റ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സിമ്പിൾ പ്രസൻറ്റിൽ ഡു, ഡസ് അക്കോർഡിംഗ് ടു ദ സിംഗുലർ ഓർ പ്ലൂറൽ ആണെങ്കിൽ അന്ന് ഓർക്കുക. സിംഗുലറിൽ എസ് ചേർത്ത് വരിക, പ്ലൂറലിൽ റൂട്ട് ഫോം. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ ഡു, ഡസിൻ്റെ പാസ്റ്റായി ഏത് ഉപയോഗിക്കുന്നു? ഡിഡ്. അപ്പം ഡിഡ് പ്ലസ് V1 ആണ് പാസ്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷീ ഡാഷ് ഹോം യെസ്റ്റർഡേ. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഗോ, വെന്റ്. അവൾ ഇന്നലെ വീട്ടിൽ പോയി. അവിടെ എന്ത് പറയും? ഷീ വെന്റ് ഹോം യെസ്റ്റർഡേ. അവർ നന്നായിട്ട് കളിച്ചു. ദേ പ്ലേഡ് വെൽ. നെഗറ്റീവ് ആക്കാൻ ഓർക്കുക. ഹി ഫിനിഷ്ഡ് ദ വർക്ക്. ഹി ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്. പിന്നെ അവിടെ ഫിനിഷ്ഡ് ഉപയോഗിക്കില്ല. നെഗറ്റീവ് ആകുമ്പോൾ ഷീ കോൾഡ് മീ. ഡിഡ് ഷീ കോൾ യു? ഞാൻ ഇന്നലെ രാത്രി അവനെ കണ്ടു. ഐ സോ ഹിം ലാസ്റ്റ് നൈറ്റ്. ഒരിക്കലും സി അല്ല. തിരിച്ചു ചോദിക്കുവാണെങ്കിലോ ഡിഡ് യു സീ ഹിം ലാസ്റ്റ് നൈറ്റ്? ഞാൻ ഇന്നലെ രാത്രി അവനെ കണ്ടില്ല. ഐ ഡിഡിൻറ്റ് സീ ഹിം ലാസ്റ്റ് നൈറ്റ്. നീ ഇന്നലെ രാത്രി അവനെ കണ്ടില്ലേ? ഇംഗ്ലീഷിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ്. നമുക്കതില്ല. ഡിഡിൻറ്റ് യു സീ ഹിം ലാസ്റ്റ് നൈറ്റ്? ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടെൻസ് നമുക്ക് പഠിക്കാം, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇനി അങ്ങോട്ട് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. കുട്ടികൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പാടും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ടെൻസും സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റുമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു എസ്സേ എഴുതാനാണെങ്കിലും എല്ലാം കുട്ടികളെ തെറ്റിക്കുന്ന പ്രസൻറ്റ് പാസ്റ്റിലവിടെ വരുമ്പോഴാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ആകുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും ഉത്തരം പറയുമ്പോഴും നമ്മുടെ IELTS സ്പീക്കിങ്ങിനൊക്കെ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന ഇതാണ്. അവർക്കറിയാം, പക്ഷേ പറയുമ്പോൾ ഇത് തെറ്റിച്ച് കളയുന്നു. ഇനി അടുത്ത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഭാവിയിലെ കാര്യങ്ങൾ പറയാൻ. വരും, പോകും, പഠിക്കും, അങ്ങനെ വരുന്ന വാക്കുകൾ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അവിടെ സബ്ജക്റ്റിനോടുകൂടി വിൽ ഓർ ഷാൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ് V1 എന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഓർക്കണം, ഒരിക്കലും V1 സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അതിനകത്ത് സിംഗുലർ ഫോം ഒരിക്കലും വില്ലിന്റെ കൂടെ വരില്ല. വിൽ ഗോസ്, വിൽ റൈറ്റ്സ്, വിൽ സ്റ്റഡീസ് എന്ന് പറയില്ല. പിന്നെ എന്താണ്? റൂട്ട് ഫോമേ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം എന്ന് പഠിക്കാം. അപ്പോഴും അവിടെ മനസ്സിലാക്കി വെക്കണം, V1 സിംഗുലർ ഒരിക്കലും അവിടെ വരില്ല. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. അവൾ നാളെ വരും. ഷീ വിൽ കം ടുമോറോ. ഒരിക്കലും ഷീ വിൽ കംസ് എന്നോ ഐ വിൽ ഹെൽപ്സ് എന്നോ എന്ന് പറയില്ല. വിൽ ഓർ ഷാൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഷാള് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഒരു സർട്ടനിറ്റി കാണിക്കുന്നില്ല. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ല് ഉപയോഗിക്കുമ്പോൾ സർട്ടനിറ്റിയെ കാണിക്കാനാണെന്നുള്ളതുള്ളൂ, വേറെ അവിടെ വ്യത്യാസമൊന്നുമില്ല. ഐ വിൽ ഹെൽപ്പ് യു. ഷീ വിൽ കം ടുമോറോ. നാളെ വരും. ഞാൻ നന്നായിട്ട് പഠിക്കും. ഐ വിൽ സ്റ്റഡി വെൽ. ഒരിക്കലും സ്റ്റഡീസ് എന്ന് പറയില്ല എന്ന് ഓർക്കണം. അപ്പോൾ അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഷീ വിൽ അറ്റൻഡ് ദ ക്ലാസ്. കളിക്കും. അവർ ഫുട്ബോൾ കളിക്കും. ദേ വിൽ പ്ലേ ഫുട്ബോൾ.
ഓക്കെ, ദേ വിൽ പ്ലേസ് എന്ന് പറയില്ല. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേറെ ഓക്സിലറി വെർബ്സിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി സെൻറ്റൻസിനകത്ത് എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ അവർ ഫുട്ബോൾ കളിക്കും. വിൽ ദേ പ്ലേ ഫുട്ബോൾ? കളിക്കുമോ? അവർ കളിക്കില്ല. ദേ വോണ്ട് പ്ലേ ഫുട്ബോൾ. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. കളിക്കില്ലേ? വോണ്ട് ദേ പ്ലേ ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആക്കാനായിട്ട് അവൻ വരും. ഹി വിൽ കം. ഹി വോണ്ട് കം. ഹി വിൽ നോട്ട് കം. ഹി വോണ്ട് കം. ക്വസ്റ്റ്യൻ ആകുമ്പോൾ വോണ്ട് ഹി കം? അവൻ വരില്ലേ? വിൽ ഹി കം? പോസിറ്റീവ് വിൽ ഹി കം. നെഗറ്റീവ് ആകുമ്പോൾ വോണ്ട് ഹി കം. അവൾ നിന്നെ വിളിക്കും. ഷി വിൽ കോൾ യു. അവൾ വിളിക്കുമോ? വിൽ ഷീ കോൾ യു? ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകും. ഐ വിൽ ഗോ ഹോം. ഓർക്കുക, ഗോസ് പറയില്ല. V1 ആണെങ്കിൽ സിംഗുലർ അവിടെ ഉപയോഗിക്കില്ല. വിൽ ഓർ ഷാൾ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും അത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ് ഓർ V1 ഫോം ഓഫ് ദ വെർബ്. അവിടെ ഇപ്പോൾ ദേ വിൽ പ്ലേ ഫുട്ബോൾ. വിൽ ദേ പ്ലേ ഫുട്ബോൾ? ദേ വോണ്ട് പ്ലേ ഫുട്ബോൾ. വോണ്ട് ദേ പ്ലേ ഫുട്ബോൾ? പശു പുല്ല് തിന്നും. കൗ വിൽ ഈറ്റ് ഗ്രാസ്. വിൽ കൗ ഈറ്റ് ഗ്രാസ്? കൗ വോണ്ട് ഈറ്റ് ഗ്രാസ്. വോണ്ട് കൗ ഈറ്റ് ഗ്രാസ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ടെൻസസ് തറവായി. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അടുത്ത നമുക്ക് കണ്ടിന്യൂസിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ഈ 12 ടെൻസസും വളരെ ലളിതമായിട്ട് ഓരോ എക്സാമ്പിൾ സഹിതം ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് വളരെ സമയമെടുത്ത് നിങ്ങളത് നന്നായിട്ട്, എത്ര അറിയാൻ വയ്യാത്ത ഒരാൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാനും ആൻസർ ഏത് എക്സാമിനാണെങ്കിലും എവിടെയാണെങ്കിലും ടെൻസ് തെറ്റൊന്നും കൂടാതെ നിങ്ങൾക്ക് പറയാനും എഴുതാനും പറ്റും. ലാസ്റ്റിൽ ഞാനൊരു കുറേ ക്വസ്റ്റ്യൻസ് തരാം. അത് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വളരെ സാവധാനം അത് മനസ്സിലാക്കിയാൽ മതി. ഓരോ ടെൻസും മനസ്സിലാക്കി അതിൻ്റെ എക്സാമ്പിൾ പഠിച്ച് അത് എങ്ങനെയാണെന്ന് മനസ്സിലോർത്ത് ലാസ്റ്റിൽ എക്സസൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. നെക്സ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസിൻ്റെ 3 പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? തുടരുന്നു. ഒരു പ്രവൃത്തി തുടരുകയാകുന്നു എന്ന് കാണിക്കുന്ന ടെൻസസ് ആണ് ഇത്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസുകൾ. പ്രസൻറ്റിൽ, പാസ്റ്റിൽ, ഫ്യൂച്ചറിൽ. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ആം, ഐ ആം. സിംഗുലറിൻ്റെ കൂടെ ഈസ്, ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ, വി ആർ പ്ലസ് ING ഫോം. അറ്റ് പ്രസൻറ്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. നമ്മൾ പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാകുന്നു. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി തുടരുകയാകുന്നു എന്ന് കാണിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുകയാകുന്നു. ഷീ ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. അവൾ ആഹാരം പാകം ചെയ്യുകയാകുന്നു. ഓക്കെ, ഇവിടെയും നമുക്കറിയാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ ദേ ആർ പ്ലേയിങ്, ഒരിക്കലും ദേ ഈസ് എന്ന് പറയില്ല. ദേ ആർ പ്ലേയിങ്. നെഗറ്റീവ് ആകുമ്പോഴോ? ഇപ്പോൾ ഹീ ഈസ് സ്ലീപ്പിംഗ്. ഹീ ഈസ് ഇൻ സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയാകുന്നില്ല. ഹീ ഈസ് നോട്ട് സ്ലീപ്പിംഗ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ അപ്പോൾ ഷീ ഈസ് റൈറ്റിംഗ്. ഈസ് ഷീ റൈറ്റിംഗ്? അവൾ എഴുതുകയാണോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാകുന്നു. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഐയുടെ കൂടെ എന്ത് വരത്തുള്ളൂ? ആം. സിംഗുലറിൻ്റെ കൂടെ ഈസ്, പ്ലൂറലിൻ്റെ കൂടെ ആർ. അവർ ഫുട്ബോൾ കളിക്കുകയാകുന്നു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ? ദേ ആറിൻറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ആറിൻറ്റ് ദേ പ്ലേയിങ് ഫുട്ബോൾ? ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആർ യു? തിരിച്ച് ചോദിക്കുമ്പം ആം യു അല്ല, നീ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? ഐ ആം ഇൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആറിൻറ്റ് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? അപ്പോൾ ഇവിടെ എല്ലാം എളുപ്പമാണ്. സ്ട്രക്ചറിനകത്ത് തന്നെ എന്തുണ്ട്? ഓക്സിലറി വെർബ്സ് ഉണ്ട്. അത് കൂട്ടി നെഗറ്റീവും ക്വസ്റ്റ്യനും ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അടുത്തത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
ഇപ്പം നമ്മൾ പറഞ്ഞത് അറ്റ് പ്രസന്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. പ്രസന്റിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ്. അവിടെ ബിയുടെ ഫോം ഏത് വരും? വാസ് ഓർ വെയർ. ഞാൻ പറഞ്ഞു ബിക്ക് മാത്രമേ പാസ്റ്റിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഉള്ളൂ. അപ്പൊ സിംഗുലർ വാസ്, പ്ലൂറൽ വെയർ. അവളൊരു ബുക്ക് വായിക്കുകയായിരുന്നു. ഷി വാസ് റീഡിങ് എ ബുക്ക്. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ. ഇപ്പം നെഗറ്റീവ് ആക്കാനായിട്ട് ഈ ഇതിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? ഓൾറെഡി അവിടെ എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പം ഹി വാസ് സ്ലീപ്പിംഗ്, ഹി വാസ് നോട്ട് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയായിരുന്നില്ല, ഹി വാസ് ഇൻ സ്ലീപ്പിംഗ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണെങ്കിൽ വാസ് ഹി സ്ലീപ്പിംഗ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ വാസ് ഇൻ ഹി സ്ലീപ്പിംഗ്. അപ്പം അവൾ ആഹാരം പാകം ചെയ്യുകയായിരുന്നു. ഷി വാസ് കുക്കിംഗ് ഫുഡ്. തിരിച്ചോ? വാസ് ഷീ കുക്കിംഗ്. ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ്. ഓക്കെ. തിരിച്ചാണെങ്കിലോ വേർ യു സ്റ്റഡിയിങ്. ഐ വാസ് ഇൻ സ്റ്റഡിയിങ്. വേർ ഇൻ യു സ്റ്റഡിയിങ്. യു വരുമ്പോൾ അവിടെ വേറെ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഹി വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. വാസ് ഹി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഹി വാസ് ഇൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വാസ് ഇൻ ഹി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പോൾ കണ്ടിന്യൂസ് ആക്ഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? കണ്ടിന്യൂസ് ടെൻസിൽ എന്തുണ്ടാകും? ING ഫോം ഓഫ് ദ വെർബ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെർബ്. ഏതിൻ്റെ? ബിയുടെ. അപ്പോൾ ബി ഫോംസ് ഓഫ് ബി. പ്രസൻറ്റിൽ ആം, ഈസ്, ആർ. പാസ്റ്റിൽ വാസ്, വെയർ. അങ്ങനെ ഓർക്കുക. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബി പ്ലസ് ING ഫോം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ആം, ഈസ്, ആർ പ്ലസ് ING. കാണാതെ പഠിക്കണ്ട, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. പാസ്റ്റിൽ വരുമ്പോൾ വാസ്, വെയർ ആയിരുന്നു പ്ലസ് ING ഫോം. ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പഠിക്കാം. നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ ഫ്യൂച്ചറിലാകുമ്പോൾ ബിയുടെ ഏത് ഫോമാണ്? വിൽ ബി, ഷാൾ ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി ഓർ ഷാൾ ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഷീ വിൽ ബി സ്റ്റഡിയിങ്. പഠിക്കുകയാകും. ഷീ വിൽ ബി സ്റ്റഡിയിങ്. ദേ വിൽ ബി വർക്കിംഗ്. അവർ ജോലി ചെയ്യുകയാകും. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ വിൽ ദേ ബി വർക്കിംഗ്. ഓക്കെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഹി വിൽ ബി സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയാകും. ഹി വിൽ നോട്ട് ബി സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഹി വോണ്ട് ബി സ്ലീപ്പിംഗ്. ഷീ വിൽ ബി ടീച്ചിങ്. പഠിപ്പിക്കുകയാകും. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? വിൽ ഷീ ബി ടീച്ചിങ്. ഞാൻ പഠിക്കുകയാകും. ഐ വിൽ ബി ലേണിംഗ്. തിരിച്ചോ? നീ പഠിക്കുകയാകുമോ? വിൽ യു ബി ലേണിംഗ്. അപ്പോൾ ഹി വിൽ ബി സ്ലീപ്പിംഗ്. ഹി വോണ്ട് ബി സ്ലീപ്പിംഗ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിൽ ഹി ബി സ്ലീപ്പിംഗ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ വോണ്ട് ഹി ബി സ്ലീപ്പിംഗ്. അപ്പം 3 കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി ഓർ ഷാൾ ബി പ്ലസ് ING ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബി പ്ലസ് ING. കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ എന്ത് ഫോം ഉണ്ടാവും? ING ഫോം ഓഫ് ദ വെർബ്. ഓക്കെ. അടുത്ത നമുക്ക് പെർഫെക്റ്റ് ടെൻസിൻ്റെ 3 പഠിക്കാം. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ്. ഇത്രയും നേരം നമ്മൾ ING ഫോം പഠിച്ചു, V1 V2 ചേർത്ത് പഠിച്ചു. ഇനി പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ ഏത് ഫോം ഉണ്ടായിരിക്കും? V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ഉണ്ടാവും. പെർഫെക്റ്റ് ടെൻസിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് പഠിക്കാം. അതായത് ഹാവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പ്ലസ് V3 ഫോമാണ് 3 വരുന്നത്. അപ്പോൾ പ്രസൻറ്റിലെ ഹാവിൻ്റെ ഫോം എന്താണ്? പ്ലൂറൽ ഹാവ്, സിംഗുലർ ഹാസ്. പാസ്റ്റിൽ എന്ത് വരും? ഹാഡ്. ഫ്യൂച്ചറിൽ എന്ത് വരും? വിൽ ഹാവ് ആൻഡ് ഷാൾ ഹാവ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാൻ. അപ്പോൾ അവൻ അവൻ്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്.
പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഫിനിഷ്ഡ്. അവരാണെങ്കിലോ ദേ ഹാവ്. സിംഗുലർ ഹാസ്, പ്ലൂറൽ ഹാവ്. ഓക്കെ, അവരവരുടെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. അപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഇതിൻ്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇപ്പം ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. ഇപ്പോൾ ഹി ഹാസ് ഗോൺ ഹോം. അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഹി ഹാസ് ഇൻ ഗോൺ ഹോം. ഗോ, വെൻറ്റ്, ഗോൺ. ഓക്കെ, അപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ. ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിലോ അവളത് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ ഇറ്റ്. ഡു, ഡിഡ്, ഡൺ. തിരിച്ചോ ഹാസ് ഷീ ഡൺ ഇറ്റ്. അവളത് ചെയ്തിട്ടുണ്ടോ? ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം. സീ, സോ, സീൻ V3 ഫോം. അപ്പോൾ ഐ, യു, വി, ദേ പ്ലസ് ഹാവ്. ഹി, ഷീ, ഇറ്റ് പ്ലസ് എനി അതർ സിംഗുലർ ഹാസ്. അത് ഓർത്തോണ്ടോ, ഇവിടെ തെറ്റിപ്പോകരുത്. സിംഗുലർ ഹാസ്, പ്ലൂറൽ ഹാവ്. അവൾ പാട്ട് പാടിയിട്ടുണ്ട്. ഷീ ഹാസ് സങ് എ സോങ്. ക്വസ്റ്റ്യൻ, ഹാസ് ഷീ സങ് എ സോങ്? അവൾ പാട്ട് പാടിയിട്ടുണ്ടോ? അവൾ പാട്ട് പാടിയിട്ടില്ല. ഷീ ഹാസിൻറ്റ് സങ് എ സോങ്. പാടിയിട്ടില്ലേ? ഹാസിൻറ്റ് ഷീ സങ് എ സോങ്. അപ്പോൾ ഏത് ടെൻസും നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അങ്ങനെ 12 × 4 48 തരത്തിൽ നിങ്ങൾക്ക് അതങ്ങനെ പറയാൻ പറ്റും ഓരോ സെൻറ്റൻസ് എടുത്ത്. അപ്പോൾ നന്നായിട്ട് അത് കോൺഫിഡൻ്റ് ആവും നിങ്ങൾ. എൻ്റെ അടുത്തൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന് വരുന്ന കുട്ടികളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ടെൻസസ് ആദ്യം തറവാക്കും. അപ്പോൾ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻ്റ് ആവും. അത്യാവശ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ടെൻസ് തറവാക്കുക. അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ്. Subject plus had plus V3 form of the verb. Subject plus had plus V3 form of the verb. Earlier pastനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവൻ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അവനവൻ്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. He had finished his work. അവൻ പോയിട്ടുണ്ടായിരുന്നു. They had left. Okay, subject plus had plus V3 form. അപ്പോൾ ഓരോ ടെൻസും അതിൻ്റെ യൂസും കൂടെ പഠിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എയർലിയർ പാസ്റ്റിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2 പാസ്റ്റ് ആക്ഷനിൽ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് വരുന്നതിനെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും. ഒരേ കാര്യങ്ങൾ വരുമ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ 2 പാസ്റ്റ് ആക്ഷനിലാണെങ്കിൽ എയർലിയർ പാസ്റ്റിനെ കാണിക്കാൻ പാസ്റ്റ്. ഇഫ് 2 actions took place in the past, the first action will be in past perfect and the second action in simple past. അതെപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഐ റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് ഓൾറെഡി റങ്. അപ്പോൾ ബെല്ലടിച്ചതാണ് ആദ്യം. അങ്ങനെ ആദ്യം നടന്ന പാസ്റ്റ് ആക്ഷനെ കാണിക്കാൻ, എയർലിയർ പാസ്റ്റിനെ കാണിക്കാനാണ് എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്, ഹി ഹാഡ് ഗോൺ ഹോം. അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടില്ലായിരുന്നു എന്നെങ്ങനെയാണ്? ഹി ഹാഡിൻറ്റ് ഗോൺ ഹോം. അവളത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഇറ്റ്. ക്വസ്റ്റ്യനോ, ഹാഡ് ഷീ കംപ്ലീറ്റഡ് ഇറ്റ്? ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ ഹിം. അപ്പോൾ എപ്പോഴും ഓർക്കുക, പെർഫെക്റ്റ് ടെൻസിൽ V3 ഫോമാണ്. ഹാവ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഹാവ്. പ്രസൻറ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാറ്റ് എന്താണ്? ഭാവിയിലൊരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അവൾ അവളുടെ ജോലി പൂർത്തീകരിക്കപ്പെടും. ഷി വിൽ ഹാവ് ഫിനിഷ് ദ വർക്ക്. ഷി വിൽ ഹാവ് ഫിനിഷ് ദ വർക്ക്. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ്. പൂർത്തീകരിക്കപ്പെടും.
വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ഫോം ആണ്. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഞാൻ അടുത്ത വർഷം ആകുമ്പോഴേക്കും എൻ്റെ വീട് പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് കംപ്ലീറ്റ് ദ വർക്ക് ഓഫ് മൈ ന്യൂ ഹൗസ്. ബൈ ദ എൻഡ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. അടുത്ത വർഷം അവസാനം ആകുമ്പോഴേക്കും എൻ്റെ ജോലി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് V3 ഫോം ആണ് ഏത്? ഫ്യൂച്ചർ പെർഫെക്റ്റ്. അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഹി വിൽ ഹാവ് ഗോൺ ഹോം. നെഗറ്റീവ് ആണെങ്കിലോ ഹി വോണ്ട് ഹാവ് ഗോൺ ഹോം. അവളത് പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഷി വിൽ ഹാവ് ഡൺ ഇറ്റ്. ഷി വോണ്ട് ഹാവ് ഡൺ ഇറ്റ്. ക്വസ്റ്റ്യൻ ആണെങ്കിലോ വിൽ ഷീ ഹാവ് ഡൺ ഇറ്റ്. അവൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകുമോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ വോണ്ട് ഷീ ഹാവ് ഡൺ ഇറ്റ്. ഞാൻ അവനെ കണ്ടിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് സീൻ ഹിം. V3 ഫോം ആണെന്ന് ഓർത്താൽ മതി. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം, സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് V3 ഫോം. ഓക്കെ, അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് 3. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെയധികം ഉപയോഗമുള്ള ടെൻസ് ആണ്. അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. ബിയുടെ V3 ഫോം പ്ലസ് ING. അവിടെയും കണ്ടിന്യൂസ് ആയത് ഉള്ളതുകൊണ്ട് എന്തുണ്ട്? ING ഫോം ഓഫ് ദ വെർബ് ഉണ്ട്. വളരെ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. സിൻസും ഫോറും ഈ ടെൻസിന്റെ കൂടെ ഉപയോഗിക്കും. An action started in the past, continued in the past and at present also continuing. ഭൂതകാലത്തിൽ തുടങ്ങി അവിടെ തന്നെ തുടർന്ന് ഇപ്പോഴും തുടരുകയാകുന്നു എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. സിൻസ് 2005, 2005 മുതൽ, അല്ലെങ്കിൽ ഫോർ 16 years. അങ്ങനെ നമുക്ക് പറയാം. സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനും ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനും ഉപയോഗിക്കുന്നു. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാകും. ദേ ഹാവ് ബീൻ വർക്കിംഗ്. നെഗറ്റീവ് ആണെങ്കിലോ ഇപ്പൊ അവൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഹി ഹാസ് ബീൻ റീഡിങ് എ ബുക്ക്. നെഗറ്റീവ് ആകുമ്പോൾ ഹി ഹാസ് നോട്ട് ബീൻ റീഡിങ് എ ബുക്ക്. ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഹാസ് ഹി ബീൻ റീഡിങ് എ ബുക്ക്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഹാസ് ഇൻ ഹി ബീൻ റീഡിങ് എ ബുക്ക്. ഞാനിവിടെ 10 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ for 10 years or since 2016. Okay, she has been waiting. അവള് കാത്തു നിൽക്കുകയാകുന്നു. Has she been waiting? She hasn't been waiting. Hasn't she been waiting? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. I have been teaching English. Okay, അപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഒരു പ്രവൃത്തി തുടരുകയായി, നേരത്തെ മുതൽ തുടങ്ങി ഇപ്പോഴും രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അപ്പോൾ ഒരു പ്രത്യേക സമയം മുതൽ, നേരത്തെ മുതൽ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും തുടരുകയാകുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ജസ്റ്റ് ഇപ്പോഴൊരു കാര്യം തുടരുകയാകുന്നു. ഇത് നേരത്തെ തുടങ്ങി, നേരത്തെ തുടർന്ന് ഇപ്പോഴും തുടരുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം. ഷീ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആകുന്നു, ആയിരുന്നു. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹാഡ് ബീൻ വർക്കിംഗ്. ഇതിനെ നെഗറ്റീവ് ആക്കാൻ ഇതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ്. തിരിച്ചാകുമ്പോഴോ ഹി ഹാഡിൻ ബീൻ വെയിറ്റിംഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഷീ ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക്. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചോ ഹാഡ് ഷീ ബീൻ റീഡിങ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ടീച്ചിങ്. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ തുടങ്ങി, നേരത്തെ മുതൽ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു. കഴിഞ്ഞ മാസം വരെ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ദെയർ സിൻസ് ലാസ്റ്റ് മന്ത്. ഓക്കെ,
അടുത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, വലിയ ഉപയോഗമൊന്നും ഉള്ള ടെൻസ് അല്ലത്. ഷീ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ദേ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. ഹി വിൽ ഹാവ് ബീൻ റീഡിങ് എ ബുക്ക്. നെഗറ്റീവ് എങ്ങനെ പറയും? ഹി വോണ്ട് ഹാവ് ബീൻ റീഡിങ് എ ബുക്ക്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഷീ വിൽ ഹാവ് ബീൻ ടീച്ചിങ്. അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽ ഷീ ഹാവ് ബീൻ ടീച്ചിങ്. ഇവിടെ വിൽ ഷീ വരുമ്പോൾ ഹാവ് ആണെന്ന് സംശയം ഉണ്ടാകും. അതുകൊണ്ട് അതങ്ങനെ തോന്നരുത്. അതായത് വില്ലിൻ്റെ കൂടെ എന്തേ വരത്തുള്ളൂ? റൂട്ട് ഫോമേ വരുള്ളൂ, ഹാസ് വരില്ല. അപ്പം വിൽ ഷീ ഹാവ് ബീൻ ടീച്ചിങ്. ഐ വിൽ ഹാവ് ബീൻ ലേണിംഗ്. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനൊന്നും വലിയ ഉപയോഗമില്ല. അപ്പോൾ ഈ 12 ടെൻസസിൽ ഒരു 8 എണ്ണത്തിനെ നല്ലതായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഓരോന്നും നിങ്ങൾ ഈ 12 എണ്ണം പഠിക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടിന്യൂസിലെ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓരോന്നിൻ്റെയും ഉപയോഗം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. സിമ്പിൾ പ്രസൻറ്റ് ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്. സിമ്പിൾ പാസ്റ്റ് ഒരു ടൈം ഓഫ് ദ ആക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. സിമ്പിൾ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് നിയർ ഫ്യൂച്ചറിലെ കാര്യം പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നു. ദെൻ കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. അറ്റ് പ്രസൻറ്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ഇപ്പം നടക്കുന്ന, തുടരുകയാകുന്നു എന്ന് കാണിക്കാൻ. പാസ്റ്റിൽ തുടരുകയായിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ തുടരുകയാകും എന്ന് കാണിക്കാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാനും ഒരു ആക്ഷൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും കാണിക്കാൻ അവിടെ ഏത് ഉപയോഗിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ഗോൺ. ദേ പോയിട്ടേ ഉള്ളൂ, ട്രെയിൻ ദേ പോയി. ഐ ഹാവ് ജസ്റ്റ് കം. ഐ ഹാവ് സീൻ മോഹൻലാൽ. മോഹൻലാലിനെ കണ്ട കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഏർലിയർ ആക്ഷൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രസൻറ്റിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാനും പ്രസൻറ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ഏർലിയർ പാസ്റ്റിനെ കാണിക്കാൻ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഭാവിയിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും എന്ന് കാണിക്കാൻ. ഇതെല്ലാം ടൈം ബേസ് ആണ്. ടെൻസ് എന്ന് പറയുന്നത് തന്നെ ടൈം ഓഫ് ദ ആക്ഷൻ ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഏർലി സ്റ്റാർട്ടഡ് ജസ്റ്റ് അറ്റ് പ്രസൻറ്റ് ഓൾസോ കണ്ടിന്യൂയിങ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നേരത്തെ തുടങ്ങി, നേരത്തെ തുടരുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഭാവിയിലും തുടരുകയായിരിക്കും. അങ്ങനെ ഈ 12 ടെൻസസ് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി സമയമെടുത്ത് പഠിക്കുക. ഓരോ ടെൻസും മനസ്സിരുത്തി പഠിച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തരാം നിങ്ങൾക്ക്. അത് നിങ്ങൾ ആൻസർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ലളിതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ടെൻസ് തറവാണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ഓഫ് ദ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായി എന്നർത്ഥം. ഓക്കെ, താങ്ക് യു.